യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒരു വെടിനിർത്തലിൽ കൊണ്ടുവന്ന് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറഞ്ഞത്. പക്ഷേ ഇപ്പോഴിതാ ആ വെടിനിർത്തൽ തകർച്ചയുടെ വക്കിലെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. യുഎസ് ഞങ്ങൾ വെടിനിർത്തൽ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഇത് ചരിത്രപരമായിട്ടുള്ള വിജയമാണ് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് വലിയ വായിൽ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ പോകുന്നു എന്ന് ഇറാൻ പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴിതാ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇന്ത്യ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അവിടെയുള്ള ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എത്രയും വേഗം നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്നാണ് ഇറാനിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഇപ്പോഴിതാ യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ലബനനെതിരായ ആക്രമണം തുടർന്നാൽ നിലവിലെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ടെഹ്റാൻ ഇപ്പോൾ പറയുകയാണ്. മേഖലയിൽ വലിയ തോതിലുള്ള ഇസ്രായേലി ആക്രമണങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ലബനനെതിരായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തൽ പൂർണ്ണതയിലെത്തൂ എന്നാണ് ഇറാൻ പറയുന്നത്. നമുക്കറിയാം, ലബനനിൽ ഹിസ്ബുള്ളയുണ്ട്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ പാലൂട്ടി വളർത്തുന്ന തീവ്രവാദ സംഘടനയാണ്, അഥവാ ഇറാന്റെ പ്രോക്സിയാണ്. ആ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയ ശേഷം ഇസ്രായേൽ പറഞ്ഞ കാര്യം ഇവിടെ ലബനനിൽ വെടിനിർത്തൽ ബാധകമല്ല എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ അത് യാതൊരു തരത്തിലും പ്രാബല്യത്തിൽ വരില്ല, അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഇറാൻ പറയുന്നത്. ലബനനിൽ ഇസ്രായേൽ ഭരണകൂടം തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ കാരണം വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത ഇറാൻ പരിഗണിക്കുന്നുണ്ട് എന്ന് ഒരു ഔദ്യോഗിക വൃത്തത്തെ ഉദ്ധരിച്ച് ഒരു ഏജൻസി പറയുന്നു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പദ്ധതിയുടെ ഭാഗമായി ലബനനിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ മുന്നണികളിലെയും ശത്രുത അവസാനിപ്പിക്കുന്നത് യുഎസ് അംഗീകരിച്ച ഒരു വ്യവസ്ഥയാണെന്ന് വൃത്തങ്ങൾ ഊന്നിപ്പറഞ്ഞു. ഇസ്രായേൽ ഭരണകൂടം ഇന്ന് രാവിലെ മുതൽ ലബനനിൽ ക്രൂരമായ ആക്രമണം നടത്തി വരികയാണ്. വെടിനിർത്തലിന്റെ വ്യക്തമായിട്ടുള്ള ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ഇറാനിലെ ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സമാധാന പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ കൊട്ടിയടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഹോർമൂസ് കടലിടുക്ക് അടച്ച പശ്ചാത്തലത്തിൽ വീണ്ടും പഴയ പ്രതിസന്ധി അതേപടി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.